ശൂന്യങ്കാരത്തിയുടെ പശ്ചാത്തലം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നലെ ശൂന്യങ്കാരത്തിയുടെ ക്യാരക്ടർ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ശൂന്യം എന്ന സ്ഥലത്തെക്കുറിച്ച് ആമുഖമായി ചിന്തിക്കുവാൻ സാധിച്ചു. ഇന്ന് ശൂന്യങ്കാരത്തി ജീവിച്ചിരുന്ന പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കാം. ശൂന്യങ്കാരത്തിയുടെ പേര് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നുവല്ലോ. അതുപോലെ സരേഫാത്തിലെ വിധവ, ശമരിയാക്കാരത്തെ സ്ത്രീ, ഇവരെയൊക്കെയും അറിയപ്പെട്ടിരുന്നത് അവർ ജീവിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേരിലാണ്. ശൂന്യങ്കാരത്തി ജീവിച്ചിരുന്നത് ഇസ്രായേലിൽ ശൂന്യം എന്ന സ്ഥലത്തായിരുന്നു. ശൂന്യം എന്ന സ്ഥലം ഇസ്സാഖാർ ഗോത്രത്തിന് അവകാശമായി ലഭിച്ച ഒരു പ്രദേശമാണ്. അതിനാൽ ശൂന്യങ്കാരത്തി ഇസ്സാഖാർ ഗോത്രത്തിലുള്ള ഒരു സ്ത്രീ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ശൂന്യങ്കാരത്തി ജീവിച്ചിരുന്ന കാലഘട്ടം ഒന്ന് നോക്കാം. ഈ സ്ത്രീ ഏലീശ പ്രവാചകന്റെ കാലത്താണ് ഇസ്രായേലിൽ ജീവിച്ചിരുന്നത്. ഏലീശ പ്രവാചകൻ ജീവിച്ചിരുന്നത് ക്രിസ്തുവിന് മുൻപ്, അതായത് BC 9th സെഞ്ച്വറിയിൽ ആയിരുന്നു. ഏലിയാവും ഏലീശായും ഇസ്രായേലിലെ പ്രവാചകന്മാരായിരുന്നു. ഏലിയാവ് ആഹാബിൻ്റെയും ഇസബലിൻ്റെയും കാലത്ത് ഇസ്രായേലിലെ പ്രവാചകനായിരുന്നു. ആഹാബിൻ്റെ കാലത്ത് ഇസ്രായേലിൽ ബാൽ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ് ജനങ്ങളെല്ലാം ബാൽ വിഗ്രഹങ്ങളെ ആരാധിച്ച് വളരെ പിന്മാറ്റത്തിലായിപ്പോയ ഒരു കാലഘട്ടമായിരുന്നു. ഏലിയ പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നുവെന്ന് ഇസബേൽ അറിഞ്ഞപ്പോൾ ഏലിയ പ്രവാചകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഏലിയ പ്രവാചകൻ ഇസബേലിനെ ഭയപ്പെട്ട് ഓടിപ്പോയി ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ യഹോവ ഏലിയാവിനോട് ചോദിക്കുന്നു, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? ഏലിയാവ് യഹോവയോട് പറയുന്നു, സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ യഹോവയുടെ നിയമത്തെ ഉപേക്ഷിച്ചു, യഹോവയുടെ യാഗപീഠങ്ങളെ ഇടിച്ച് യഹോവയുടെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നുവെന്ന്. അപ്പോൾ യഹോവ പറയുന്നു, ബാലിന് മുട്ടുമടങ്ങാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നുവെന്ന്. എത്ര ധൈര്യം പകരുന്ന, പ്രത്യാശ തരുന്ന ഒരു വാക്കാണിത്. ഇന്നും നമ്മുടെ ഈ നാളുകളിലും അനേക ദൈവദാസന്മാർ ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, ജയിലിൽ കഴിയുന്നവരുണ്ട്. അവരുടെയൊക്കെയും പേരും എണ്ണവും നമ്മുടെ പിതാവ് അറിയുന്നു. അവരുടെ തലയിലെ മുടി പോലും എണ്ണിയിരിക്കുന്നു. എത്ര ആശ്വാസകരമായ ഒരു വചനമാണ് ഇത്. ഏലിയ പ്രവാചകന് ശേഷം ഏലീശ ഇസ്രായേലിലെ പ്രവാചകനാകുന്നു. ആഹാബ് മരിച്ചു. ആഹാബിൻ്റെ മകൻ ജഹോരാമാണ് ഏലീശയുടെ കാലത്ത് ഇസ്രായേലിൽ രാജാവായത്. ജഹോരാം രാജാവായപ്പോൾ തൻ്റെ അപ്പൻ ഉണ്ടാക്കിയ ബാലിൻ്റെ ബലിപീഠങ്ങളെ എല്ലാം നീക്കിക്കളഞ്ഞു. എന്നാലും നെബാത്തിൻ്റെ മകനായ ജെരോബയാമിൻ്റെ വഴികളിൽ നടന്ന് യഹോവയോടെ പാപം ചെയ്തു. ആരാണ് ഈ നെബാത്തിൻ്റെ മകനായ ജെരോബയാം? അയാൾ ബഹുപ്രാപ്തിയുള്ള എബ്രൈമ്യ ഗോത്രത്തിലുള്ള ശലോമോൻ്റെ ഒരു ഭൃത്യനായിരുന്നു. ജോസഫ് ഗൃഹത്തിൻ്റെ കാര്യാദികളൊക്കെയും അവൻ്റെ വിചാരണയിലായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ശലോമോൻ യഹോവയോട് പാപം ചെയ്ത് യഹോവയെ കോപിപ്പിച്ചപ്പോൾ യഹോവ പറഞ്ഞു, രാജ്യം 2ആയി വിഭജിക്കപ്പെടും. 10 ഗോത്രം നിന്റെ ദാസന് കൊടുക്കും, 1 ഗോത്രം മാത്രം നിന്റെ മകന് കൊടുക്കുമെന്ന്. ഈ 10 ഗോത്രങ്ങളുള്ള ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്നു ഈ ജെരോബയാം. ജെരോബയാമിന് ഒരു ഭയം. ജനങ്ങൾ യഹോവയെ ആരാധിപ്പാൻ യെരുശലേമിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സ് മാറി തങ്ങളുടെ യജമാനങ്കിലേക്ക് തിരിയുമോ എന്ന് പേടിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി ഒന്നിനെ ബഥേലിലും മറ്റൊന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ച് ഇസ്രായേലിനോട്, ഇസ്രായേലെ, ഇതാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവം. യെരുശലേമിലേക്ക് പോകാതെ ഇതിനെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ വിഗ്രഹാരാധികളാക്കി മാറ്റി ജനത്തെ തെറ്റിച്ചു കളഞ്ഞു. ഈ വഴിയിലാണ് ജഹോരാം നടന്നിരുന്നത്. ഇങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിച്ച് യഹോവയെ ഉപേക്ഷിച്ച് പിന്മാറ്റത്തിലേക്ക് പോയ ഒരു ജനതയുടെ മധ്യത്തിൽ യഹോവയെ ഭയപ്പെട്ട് ആരാധിച്ചു വന്നിരുന്ന ഒരു ശേഷിപ്പുണ്ടായിരുന്നു. ആ ശേഷിപ്പിലുണ്ടായിരുന്ന ദൈവഭക്തിയായ, ദൈവത്തെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഈ ശൂന്യംകാരത്തി. സൽപ്രവൃത്തികളാൽ സമൂഹത്തിൽ ധാരാളം നന്മ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തി ജീവിച്ചിരുന്ന
വളരെ പ്രസിദ്ധിയായ ഒരു സ്ത്രീയായിരുന്നു ഈ ശൂന്യംകാരത്തി. നമ്മളും ദൈവമില്ലാത്ത അവിശ്വാസികളുടെ മധ്യത്തിലാണല്ലോ ജീവിക്കുന്നത്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ. നമ്മൾ ഈ ശൂന്യംകാരത്തിയെ പോലെ സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവനാമം മഹത്വപ്പെടുത്തി വെളിച്ചം പകരുന്നവരായിട്ട് നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതം മാതൃകാപരമായി ജീവിക്കാം. നാളെ മുതൽ ശൂന്യംകാരത്തിയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഒന്നൊന്നായി പഠിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.